ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ എല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് ഗവൺമെൻറ് അനൗൺസ്മെൻറ്റുകൾ ഇന്ന് 3 മണിക്ക് വരുന്നുണ്ട്. ആ അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഏഷ്യൻ മാർക്കറ്റിൽ വീണ്ടും ഒരു ആക്ടിവിറ്റി കാണാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്യും. അതോടൊപ്പം തന്നെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഓൾറെഡി ചൈനീസ് മാർക്കറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അനൗൺസ്മെൻറ്റിന് ശേഷം വീണ്ടും ഒരു ആക്ടിവിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച റീബൗണ്ട് ചെയ്തിരുന്നു. പക്ഷേ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ആഴ്ചയാണ് കണ്ടിന്യൂസ് ലോസിൽ ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വോളാട്ടൈലായിരുന്നു. 5 മാസത്തെ കണ്ടിന്യൂസ് ഫാളിന് ശേഷം മാർച്ച് ഫസ്റ്റ് വീക്കിൽ നമ്മൾ പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് വീക്കിൽ വീണ്ടും നമ്മൾ നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഈ ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ്. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $34.94 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,989 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറാണ് റാലി ചെയ്യുന്ന മറ്റൊരു കമ്മോഡിറ്റി. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ രൂപയും US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് സ്റ്റോൺ 40% സ്റ്റേക്ക് എടുക്കുകയാണ് കോൾട്ടെ പാട്ടീലിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡാറ്റ നോക്കുകയാണെങ്കിൽ SIP 25,999 കോടിയാണ് ഫെബ്രുവരിയിൽ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫിഗറും ബെറ്റർ തന്നെയാണ്. പൊതുവേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്ക് ആകുമ്പോൾ ഇൻഫ്ലോ ഒക്കെ കുറയാറുണ്ട്. അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് സെഗ്മെൻറ്റിൽ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കാനായിട്ട് ഇടയില്ല. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് RBI പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണ്. കാര്യമായിട്ട് പാനിക്കിനുള്ള റീസൺസ് ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാങ്ക് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ ചൈനയിൽ നിന്ന് വരുന്ന AI റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ സൂചിപ്പിക്കുന്നത് ചൈന വലിയ രീതിയിലാണ് ഡീപ് സീക്കിന് ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ രംഗത്ത് ചൈനയുടെ സുപ്രീമസി വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവാണ്. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ചൈനീസ് ജനറേറ്റീവ് ആയി ടൂളുകളെല്ലാം തന്നെ. ഇത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട് 4th ട്രാൻച്ച് 1943 ഗവൺമെൻറ് മാർച്ച് 17, 2017 ഇഷ്യൂ ചെയ്തിരുന്നത്. അത് റിഡംഷൻ വരെയാണ്. 8,624 രൂപ പെർ ഗ്രാമിനാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 193% റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു ഗോൾഡ് മെയിൻ തന്നെയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് 4th ട്രാൻച്ച്. മറ്റ് ട്രാൻച്ചുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ റീറ്റെയിൽ സെയിൽസ് റിലേറ്റഡ് ഡാറ്റ നോക്കുകയാണെങ്കിൽ അർബൻ സെഗ്മെൻറ്റിൽ 52% സെയിൽസിൽ ഡിപ്പുണ്ടായി എന്നാണ് പറയുന്നത്. അർബൻ റിലേറ്റഡ് റീറ്റെയിൽ മാളുകളും റീറ്റെയിൽ സ്റ്റോറുകളെല്ലാം തന്നെ ക്യൂ കോമേഴ്സ് ആണ് ഈ ഷെയർ ഈ പർട്ടിക്കുലർ ലോസിന് കാരണം. ക്യൂ കോമേഴ്സിൻ്റെ ആക്ടിവിറ്റീസിലൂടെ ജനങ്ങൾ ക്യൂ കോമേഴ്സിൽ കൂടെ ബൈ ആണ് സ്റ്റോറുകളിൽ പോകാതെ എന്നുള്ള റിപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു അറിവിലേക്ക് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം സെമി കണ്ടക്ടർ രംഗത്ത് നമ്മൾ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ സെമി കണ്ടക്ടർ രംഗത്തുള്ള ആക്ടിവിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ 2030 ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഈ കമ്പനികളെ സംബന്ധിച്ച് ഒപ്പം സെമി കണ്ടക്ടർ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇത്തരത്തിൽ ഇന്ത്യയിൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ SRF ഉണ്ട്, തത്വചിന്തൻ ഫാമി ഉണ്ട്, അമി ഓർഗാനിക്സ് ഉണ്ട്, അനുപം രസായൻ ഉണ്ട്, നവീൻ ഫ്ലൂറിൻ ഉണ്ട്, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ഉണ്ട്.
ഒപ്പം ലിൻഡെ ഇന്ത്യ ഉണ്ട്, അതുപോലെ തന്നെ ASM ടെക്നോളജീസ് ഉണ്ട്, സർവീസസ് കൊടുക്കുന്നത് വിപ്രോ SCL ടെക്നോളജീസ് ഒക്കെയാണ്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ US അക്വിസിഷൻ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. സൺഫാർമ, സൈഡസ് ലൈഫ് സയൻസസ്, അതുപോലെ തന്നെ സെനോറസ് ഫാർമ ലിമിറ്റഡ്, ഇത്തരത്തിൽ കമ്പനികളൊക്കെ വലിയ പ്ലാനുകളാണുള്ളത്. തീർച്ചയായിട്ടും താരിഫ് റിലേറ്റഡ് ഇഷ്യൂ വരുമ്പോൾ അമേരിക്കയിൽ പ്ലാന്റുകളുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഹഡ്കോ 11,000 കോടി രൂപയുടെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അമരാവതി ഗ്രീൻഫീൽഡ് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഫിനാൻസിങ്ങിന് വേണ്ടിയാണ്. ആന്ധ്രാപ്രദേശിലാണ്. വെൽസ്പൻ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസിൻ്റെ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ട്. മാർച്ച് 4 അനൗൺസ് ചെയ്തതാണ്. 231.78 കോടി രൂപ ഓർഡറാണ്. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. IRFC NMDC ഇൻ്ററിൻ ഡിവിഡൻഡിന് വേണ്ടിയുള്ള ബോർഡ് മീറ്റിംഗ് ആണ്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ 1 ലക്ഷം കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. KEC ഇൻ്റർനാഷണൽ 1267 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. തേജസ് നെറ്റ്വർക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിലുള്ള 123.45 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് ലഭിച്ചിട്ടുണ്ട്. GR ഇൻഫ്ര 4262.78 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. മറ്റു പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ ക്രാന്തി ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ന്യൂസ് ഉള്ളത് ഒലാ ഇലക്ട്രിക് ആണ്. ഒലാ ഇലക്ട്രിക്കിൻ്റെ സബ്സിഡറിയുടെ വെൻഡേഴ്സ് ഒലാ ഇലക്ട്രിക്കിന് എഗൻസ്റ്റ് ആയിട്ട് ഇൻസോൾവൻസി ഫയൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസുകളിൽ ചെറുതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇത് വെഹിക്കിൾ രജിസ്ട്രേഷൻ റിലേറ്റഡ്, നമ്പർ പ്ലേറ്റ് റിലേറ്റഡ് ഒരു ഫീ ആണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് വോളാറ്റിലിറ്റി ഒക്കെ കാണാം. ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഗോൾഡ് ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ടുകൾ വെച്ചും വിലയിരുത്തുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരികയാണ്. റിലയൻസും അതുപോലെ തന്നെ ഭാരതി എയർടെല്ലൊക്കെ സ്റ്റാർലിങ്ക് ആയിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്റ്റാർലിങ്കിൻ്റെ വരവ് ഒരു ഡിസ്റപ്ഷനാണ് പല സെക്ടറിലും ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ, ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒരു ഡിസ്റപ്ഷൻ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ടവറുകൾ, ടെലികോം ടവറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസാണ് സ്റ്റാർലിങ്കിൻ്റെ വരവ്. അതേസമയം ഇന്ത്യനെ സംബന്ധിച്ച് 70 കോടിയോളം ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് ലഭിക്കുന്നില്ല. അപ്പോൾ സ്റ്റാർലിങ്ക് വരികയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ മുഴുവൻ ഇൻ്റർനെറ്റും ലഭിക്കും. ഇത് രണ്ടാമത്തെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ റെവല്യൂഷന് കാരണമാക്കുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ അതാത് സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.